കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെടുന്ന ഗവർണർമാരെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്ന രീതിയാണ് കുറേ കാലമായിട്ട് തുടരുന്നത്. സംസ്ഥാന നിയമസഭകൾ ജനാധിപത്യപരമായ നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭ ഏകാഭിപ്രായത്തിൽ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പുവയ്ക്കാതെ പിടിച്ചുവെക്കുകയും ഒരു വർഷത്തിലേറെ കാലം പോലും പിടിച്ചുവെച്ചതിന് ശേഷം അത് രാഷ്ട്രപതിക്ക് അയച്ച് വീണ്ടും കാലതാമസം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയാണ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിൽ നേരത്തെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ വലിയ നിലയിലുള്ള കടന്നാക്രമണമാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട് ഗവർണറുടെ ഏതാണ്ട് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതി വളരെ കൃത്യതയോടുകൂടി ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു എന്നുള്ളത് കേരളത്തിനും ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. നമ്മളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒരു വർഷത്തിലേറെ കാലം അടവച്ച് ഇരിക്കുകയും അതിനുശേഷം രാഷ്ട്രപതിക്ക് അയക്കുകയും ഒക്കെ ചെയ്ത സമീപനമാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അദ്ദേഹം ചാൻസലർ എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർവകലാശാലകളിൽ കടന്നു കയറി കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ RSSൻ്റെയും BJPയുടെയും വക്താക്കളായവർക്ക് നൽകുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു കടന്നുകയറ്റമാണ് ആ ഗവർണറുടെ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് പദവി ദുരുപയോഗം ചെയ്യുന്ന നിലയിലുള്ള പ്രവർത്തനം തന്നെയാണ് കേരളത്തിലും ഉണ്ടായത്. ഇപ്പോൾ വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി തീർച്ചയായും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ആ വിധിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനപ്രതിനിധി സഭ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി സഭ പാസാക്കുന്ന ബില്ലുകൾക്കുള്ള വാലിഡിറ്റി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് തീർച്ചയായും ഇന്നത്തെ പശ്ചാത്തലത്തിൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു സിനിമ പിടിച്ചാൽ പോലും ED ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന അനുഭവമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫാസിസ്റ്റ് പ്രവണതകളെല്ലാം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അങ്ങനെയുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങൾ ശരിയല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഫെഡറൽ പാരമ്പര്യങ്ങൾ നല്ല രീതിയിൽ അടിവരയിട്ടുറപ്പിക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സമാനമായിട്ടുള്ള വിധി പ്രസ്താവം തന്നെ കേരളത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.